ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നന്നായിട്ട് വീട്ടിൽ ഇഞ്ചി എങ്ങനെ വിളവെടുക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കെല്ലാം ഇഞ്ചിയുടെ വില ഇപ്പോൾ അറിയാം. ഏകദേശം ഇവിടെ തന്നെ ഏകദേശം 240 രൂപയോളം വിലയാണ് 1 കിലോ ഇഞ്ചിക്ക്. അപ്പോൾ എല്ലായിടത്തും വിലയാണെന്നറിയാം. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇഞ്ചി നന്നായിട്ട് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇഞ്ചി നടേണ്ടുന്നതെന്ന് പറ്റിയാണ് വീഡിയോ. അപ്പം നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു 5 രൂപയ്ക്ക് 2 ഗ്രോ ബാഗ് എന്ന് പറഞ്ഞതിനെ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗ്രോ ബാഗാണിത്. അങ്ങനെ ഗ്രോ ബാഗിൽ ഇതാ ഒരു ഗ്രോ ബാഗാണ്. കണ്ടില്ലേ, കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് വെറുതെ ഒരുപാട് വലിയ വില കൂടിയ ഗ്രോ ബാഗൊന്നും വാങ്ങിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇഞ്ചി കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചാക്ക് കൊണ്ടുണ്ടാക്കുന്ന ഗ്രോ ബാഗുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഒരു 15-20 ദിവസമെങ്കിലും കുമ്മായം ഈ മണ്ണിനകത്ത് നന്നായിട്ട് കിടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗ്, ഇപ്പോൾ ഈ ഒരു ഗ്രോ ബാഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 25 ഇത്തരത്തിലുള്ള ചിരട്ടയിൽ ഒരു 25 ചിരട്ടയോളം മണ്ണ് കൊള്ളുന്ന ഒരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു ഗ്രോ ബാഗിലേക്ക് ഏകദേശം ഒരു 50 തൊട്ട് 100 ഗ്രാം വരെ കുമ്മായം നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം അത് ഇതിനകത്ത് ഈ മണ്ണിലേക്ക് ഇടുക. അപ്പോൾ ഒരു ഗ്രോ ബാഗിലേക്കുള്ള കുമ്മായം നന്നായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഒരു ഗ്രോ ബാഗിലേക്കുള്ള നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ അറിയാം, നന്നായിട്ട് ഇതിനെ ഇളക്കി ചേർത്തിട്ട് ചെറിയൊരു പുട്ടിന്റെ നനവില് ഇവ ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോലെ ഒരു ചെറിയ പുട്ടിന്റെ നനവില് ഇവ ഇട്ട് എങ്കിൽ മാത്രമേ ആ കറക്റ്റ് അതിന്റെ ആ കുമ്മായ ഈ മണ്ണിലേക്ക് ലയിക്കുകയും അതുവഴി അതായത് മണ്ണിലെ ഉള്ള അമ്ലത, അതായത് അസിഡിറ്റി മാറുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ എടുത്ത ഒരു മണ്ണാണിത്. ഏകദേശം 15 തൊട്ട് 20 വരെ ദിവസം ഇത് ഞാനാണെങ്കിൽ സാധാരണ പെട്ടെന്ന് ഒത്തിരി മണ്ണോട് എടുത്തിട്ട് ഇത് ഏകദേശം ഒരു കണക്കനുസരിച്ച്, അതായത് ഒരു ഗ്രോ ബാഗിന് ഇത്ര എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് സെപ്പറേറ്റ് ഒരിടത്ത് മാറ്റിയിടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ 1 മാസം കഴിഞ്ഞെന്നോ 2 മാസം കഴിഞ്ഞെന്നോ കുമ്മായം ഇട്ട് മണ്ണിൽ വിഷയമില്ല, നന്നായിട്ട് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്നൊരാവശ്യം നമ്മൾ നടണമെന്ന് തോന്നുമ്പം നമുക്ക് ഉണ്ടാക്കുമ്പോൾ 15 ദിവസം മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ട പരിപാടി നേരത്തെ തന്നെ നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഇത്തരത്തിലുള്ള മണ്ണ്, അപ്പോൾ ഈ മണ്ണിലേക്ക് ആദ്യം ചെയ്യേണ്ടത് ഇപ്പം ഇഞ്ചി എന്ന് പറയുന്നത് നന്നായിട്ട് വളർച്ച, അതായത് നന്നായിട്ട് വളം വേണ്ടുന്ന ഒരു വിളയാണ് ഇഞ്ചി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങുന്ന വളമാണ് ഏറ്റവും നന്നായിട്ട് ഇഞ്ചിക്ക് ആവശ്യം. അപ്പോൾ നൈട്രജൻ വേണ്ടുന്ന വളം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ സുലഭമായി കിട്ടുന്ന ചാണകവും മറ്റുള്ള എന്ത് വളവും അതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ പൊട്ടാഷ് വളങ്ങളും അല്പം ഉപയോഗിക്കാം. അപ്പം അതിന് നന്നായിട്ട് ഇതിന് ആദ്യമേ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചില വളം. ഈ പച്ചില വളത്തിൽ തന്നെ 2-3 ഐറ്റം ഉണ്ട്. പച്ചില വളത്തിൽ ഇഞ്ചിക്ക് ഏറ്റവും നന്നായിട്ട്, അതായത് പെട്ടെന്ന് അഴുകി ചേരുന്നതാണ്. ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പെരുവലം എന്നറിയപ്പെടും. ക്ലിയറോഡെൻഡ്രോൺ എന്ന ഇംഗ്ലീഷ് നാമമാണ് ക്ലിയറോഡെൻഡ്രോൺ. അതായത് ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഈ അതായത് പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണ്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അയ്യങ്ങളിലെ എല്ലായിടത്തും കാണും ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അത് കാട് പോലെ ഉണ്ടാകും. അപ്പൊ അതിന്റെ മണ്ട ഒടിച്ചാലും പെട്ടെന്ന് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് കിട്ടുന്ന ജൈവ രീതിയിലുള്ള, അതായത് ഈ കളകൾ വിടാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ എടുത്തിട്ട് ഈ ഏറ്റവും അടിത്തട്ടിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഏറ്റവും അടിത്തട്ടിൽ ഇങ്ങനെ ഇടുക. അപ്പോൾ ഈ ഗ്രോ ബാഗിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കത്തെ ആ ഒരു കെട്ട് നേരെ നിർത്തണം. അപ്പൊ ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവും, ആ ഒരു കെട്ട് നേരെ നിർന്നെങ്കിൽ മാത്രമേ ഈ ഗ്രോ ബാഗ് മറിയാതിരിക്കത്തുള്ളൂ. അപ്പൊ അത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം ആദ്യമേ നിറയ്ക്കാൻ. അപ്പൊ ഇങ്ങനെ നിറച്ചിട്ട് ഇതിനകത്ത് നിന്ന് നന്നായിട്ട് നിറച്ചിട്ട് വേണം ഇതിനകത്തേക്ക് വയ്ക്കാൻ. അപ്പൊ ഇങ്ങനെ നിറച്ചു. ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു സൈഡ് മാത്രം നിറച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തുള്ളതിനെല്ലാം മൂലക്കേക്ക് ആക്കി. അപ്പൊ ഈ ഒരു കെട്ട് കണ്ടോ, ഈ ഒരു കെട്ട് നേരെ നിൽക്കണം. ഇപ്പൊ സാധാ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചാക്ക് കൊണ്ടുള്ള ഇതാണ്ടപ്പോൾ കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ പൊക്കിയാൽ നമുക്കത് അതിനകത്ത്. അപ്പൊ അങ്ങനെ നിന്നു. ഇനി ചെയ്യുന്നത്
ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി. അപ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കയറി കാണണം. ഇപ്പം ഇഞ്ചി എന്ന് പറയുന്നത് പെട്ടെന്ന് അഴുകൽ രോഗം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവ അളിഞ്ഞു പോകും. എന്ന് വെച്ചാൽ പെട്ടെന്ന് നിന്ന നിപ്പിൽ തന്നെ വാട്ടരോഗം വന്നിട്ട് ഇവ മുഴുവൻ അങ്ങ് നശിച്ചു പോകും. അപ്പം അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളാണ് മെയിനായിട്ട് കാരണം. അപ്പം ഒരുപാട് ചാണകവും നമ്മൾ നന്നായിട്ട് ചാണകമാണെന്ന് പോട്ട് നമ്മുടെ കിട്ടിയിരുന്ന കരിയില കമ്പോസ്റ്റ്, മറ്റുള്ള ഏത് തരം കമ്പോസ്റ്റ്, അടുക്കള കമ്പോസ്റ്റ്, ഇതിലെല്ലാം എന്തുണ്ട്, ഫംഗസ് ഉണ്ട്, കുമിളുകളുണ്ട്, രോഗകാരികളായിട്ടുള്ള കുമിളുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് വളം ഉപയോഗിക്കുമ്പോഴും ഇപ്പൊ ട്രീറ്റ് ചെയ്ത് ചാണകപ്പൊടിയായിട്ട് ഈ പറയുന്ന ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടോ ഇതിനകത്ത് ഏകദേശം ഇപ്പോഴും പൊടിയാനുള്ള ഇത്തരത്തിലുള്ള ട്രൈക്കോഡർമയുടെ പൊടി ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ വളം ഇതിനകത്തേക്ക് ഉള്ളത് കൊണ്ട് ഈർപ്പം വരുമ്പോൾ ട്രൈക്കോഡർമ അതിനെ പ്രതിരോധിക്കും. ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ്, കുമിളാണ്, അത് നമുക്ക് ആവശ്യമുള്ള കുമിളാണ്. അപ്പൊ അത് ഇതിനകത്തേക്ക് പടരുന്നത് കൊണ്ട് ജൈവ രീതിയിൽ തന്നെ ഇവ പ്രതിരോധിക്കുകയും ചെയ്യും. നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് വേറെ കുമിൾനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടതില്ല. അപ്പൊ കുമിൾനാശിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ട്രൈക്കോഡർമ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചാരം ഉപയോഗിക്കല്. ചാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ അല്ല, ഈ ഒരു ഫംഗസ്, ഈ പറയുന്ന ഫംഗസ് ഇതിനകത്ത് പ്രവർത്തിക്കത്തില്ല, ഫംഗസ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം ഞാൻ പറഞ്ഞു 25 മുതൽ 30, 25-28 ചിരട്ട ഇതിനകത്തെ മണ്ണ് സാധാരണ ഇതിനകത്ത് കൊള്ളും, മുകൾ ഭാഗം വരെ. അപ്പൊ നമുക്ക് അത്രയും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു 1/4 ഭാഗമേ നിറയ്ക്കാവും. ഇഞ്ചി സാധാരണ സൈഡിലേക്ക് വളരുകയും നമ്മൾ മണ്ണിട്ട് അപ്പൊ ഏകദേശം മുകൾ തട്ടിലേക്കാണ് ഇഞ്ചി പടർന്നു വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് വളം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഏകദേശം ഞാൻ പറഞ്ഞു ഇതൊരു 5 ചിരട്ട മണ്ണാണ്, ഇതിനൊരു 5 ചിരട്ട മണ്ണാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഒരു 5 ചിരട്ടയ്ക്ക് തന്നെ ഈ ഒരു ചാണകപ്പൊടി, ഇത് ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചാണകപ്പൊടി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതാണ്. ഇപ്പൊ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കയറി കാണണം. അപ്പോൾ ഏകദേശം അതിനകത്തേക്ക് മുഴുവനങ്ങ് ഇട്ടു, ചാണകപ്പൊടി ഏകദേശം മുഴുവനായിട്ട് ഇട്ടു. ഇപ്പൊ നിങ്ങളിപ്പോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് കമ്പോസ്റ്റ്, ഇപ്പൊ നമുക്കിപ്പോ ഏത് കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, അപ്പൊ അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ട്രൈക്കോഡർമ, ഇപ്പൊ ഈ കാണുന്നത് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ഈ കാണുന്നത് സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ഒക്കെ ഈ പറയുന്ന ട്രൈക്കോഡർമ എന്ന് പറയുന്നത് മിത്ര കുമിൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ലഭിക്കുന്ന ട്രൈക്കോഡർമ നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ ഈ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇപ്പൊ ഈ ഇരിക്കുന്നത് സ്യൂഡോമോണാസ് ആണ്. ഇപ്പൊ ഈ സ്യൂഡോമോണാസ് ഇത് കാർഷിക സർവകലാശാലയാണ്. അതേപോലെ തന്നെ ഈ കാർഷിക സർവകലാശാലയുടെ ട്രൈക്കോഡർമ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് ഈ പറഞ്ഞിട്ട് ഇട്ട് നമ്മൾ നന്നായിട്ട്, അതായത് ബേസിൽ ഈ മണ്ണിലേക്കും അതേപോലെ ട്രൈക്കോഡർമ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഇതിന്റെ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വളർച്ച കിട്ടുന്നത് ഈ പറയുന്ന ട്രൈക്കോഡർമയാണ് കൊടുക്കേണ്ടത്. പിന്നെ സ്യൂഡോമോണാസ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന വിത്ത്, ഇപ്പൊ ഈ എടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ വിത്താണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ ഇഞ്ചി വെച്ചിട്ട് നമ്മൾ ഒരു സ്പൂണ് സ്യൂഡോമോണാസ്, ഇപ്പൊ ഞാൻ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് ബാക്ടീരിയ അല്ല, ഫംഗസ് ആണ്. അപ്പോൾ ഫംഗസ് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് സമ്പുഷ്ടീകരിച്ച ഫംഗസിനെ ഈ ഒരു മണ്ണിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്തു. അപ്പൊ അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ആണ്, ഇത് സ്യൂഡോമോണാസ് ആണ്. അപ്പൊ ഈ സ്യൂഡോമോണാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതെന്ന് പറയുന്നത് ഒരു 20 ഏകദേശം അടുപ്പിച്ച് ഒരു 20 ഗ്രാമോളം ഉള്ള ഒരു സ്യൂഡോമോണാസിന്റെ പൊടിയാണ്. അപ്പൊ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് സാധാരണ നമ്മൾ സ്യൂഡോമോണാസ് ചേർക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ വിത്തിലേക്ക് പുരട്ടാനായതുകൊണ്ട് ഈ ഇത്രയും സ്യൂഡോമോണാസ് ഇതിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് ഒരു ശകലം വെള്ളം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതിനെ ഒന്ന്
ചെറിയ രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് മുക്കി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെരട്ടുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നന്നായിട്ട്, അതായത് ഒരു തലേ ദിവസത്തേക്കുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ആ കഞ്ഞിവെള്ളത്തിലേക്ക് ശകലമാകുമ്പോൾ ഒരു പശ പോലെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നന്നായിട്ട് അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിത്തെല്ലാം കൂടെ ഏകദേശം ചെറുതായിട്ടൊക്കെ കിളിർത്തിട്ടുള്ള വിത്താണ്. അപ്പോൾ ഈ വിത്തെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് മുക്കി വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ മുങ്ങിയിരിക്കും. അപ്പോൾ മുങ്ങിയിരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ബാക്ടീരിയ ഇതിലേക്ക് ഏകദേശം പിടിക്കും. അപ്പം അതുവഴിയും നമുക്ക് വിളകൾക്ക് ഈ ഇഞ്ചിയിൽ വരുന്ന അഴുകൽ രോഗത്തെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത് വളർച്ച കൂട്ടുകയും ചെയ്യും, മണ്ണിലുള്ള ഫംഗസ് ആയിട്ടുള്ളതിനെ എല്ലാം നശിപ്പിക്കുകയും ചെയ്യും ട്രൈക്കോഡർമ. ഇതെന്ന് പറയുന്നത് ഈ ഇഞ്ചിയിലുള്ള അഴുകുന്ന കാരണക്കാരികളായിട്ടുള്ള എല്ലാത്തിനെയും ഈ സ്യൂഡോമോണാസ് നശിപ്പിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ മാറ്റിവെച്ചു. പിന്നെ ചെയ്യേണ്ടത് ഈ പറയുന്നതിൻ്റെ തൊട്ട് നമ്മൾ മിശ്രിതം റെഡിയാക്കിയതിനെ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഞാൻ പറഞ്ഞ ഒരുപാട് മണ്ണെടുക്കണ്ട. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ചിരട്ടേ എടുത്തിട്ടുള്ളൂ. 5 ചിരട്ട മണ്ണും അതിന് സമമായിട്ടുള്ള ഈ പറയുന്ന ട്രൈക്കോഡർമ ചേർത്തിട്ട് ഉള്ള ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ഇപ്പോൾ വേണേൽ 10 എടുക്കാം. പക്ഷെ അങ്ങനെ എടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അങ്ങ് ഗ്രോ ബാഗ് നിറഞ്ഞു പോകും. ഗ്രോ ബാഗ് അങ്ങനെ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വളരുന്നതനുസരിച്ച് മണ്ണിടാൻ സാധിക്കത്തില്ല. എപ്പോഴും ഏത് വിളകളും നമ്മൾ നടുമ്പോഴും ഒരു 1/4 ഭാഗമേ, അരഭാഗം പോലും വേണ്ട, 1/4 ഭാഗം മാത്രമേ മണ്ണിടാവൂ ഗ്രോ ബാഗിലെ. അപ്പോൾ നമ്മൾ വളർച്ചയ്ക്കനുസരിച്ച് മണ്ണും വളവും ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ അതിന്റെ വിളവ് തീരാറാകുമ്പോഴത്തേക്ക് ഏകദേശം ഗ്രോ ബാഗിന്റെ മുകൾ ഭാഗം വരെ മണ്ണ് വരാവും. അല്ല നമ്മൾ ഡയറക്റ്റ് മണ്ണ് അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ ഒരു ഗ്രോ ബാഗ് ഇപ്പൊ നിറച്ച് മണ്ണ് നമ്മൾ സാധാരണ കുമ്മായം ട്രീറ്റ് ചെയ്ത് മണ്ടം വരെ മുകൾ ഭാഗം വരെ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഗ്രോ ബാഗിലെ മണ്ണ് കൊണ്ട് നമുക്ക് 4 ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഏകദേശം ഇത്തരത്തിലുള്ള ചിരട്ടയ്ക്ക് 20 ചിരട്ട ഞാൻ ഇതിനകത്ത് നിറച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ 20 ചിരട്ട നിറച്ച് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് ഇതിനകത്ത് അങ്ങ് വെച്ചേക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രോ ബാഗ് കൊണ്ട് തന്നെ സാധാരണ 4 എണ്ണം നിറയ്ക്കാം. അപ്പൊ അടുത്തൊരു ഗ്രോ ബാഗിൽ നിന്നും ഇതേപോലെ തന്നെ നമുക്ക് ഒരു 5 ചിരട്ട എടുത്ത് മാറ്റിയാണെങ്കിൽ ഈ വളർന്നതനുസരിച്ച് അതേപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്തു വെക്കാം. അപ്പൊ അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കുമ്മായം ട്രീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ച് ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതനുസരിച്ച് കുമ്മായം മണ്ണൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ തിരിച്ചെടുത്തിട്ട് വേറെ പുതിയ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ ഏകദേശം 5 ചിരട്ടയാണ് മണ്ണെടുത്തത്. 5 ചിരട്ട ചാണകപ്പൊടി എന്ന് വെച്ചാൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി. അപ്പോൾ 5 10 അപ്പൊ ഈ മിശ്രിതം നേരത്തെ തന്നെ ഇതിന്റെ അടിയിലേക്കാണ്, അതായത് നല്ലപോലെ ഇതിന്റെ ഈ ബേസ്, ഈ ഒരു ഗ്രോ ബാഗ് ആയതുകൊണ്ട് ബേസ് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് നിർത്തണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചുറപ്പിക്കണം. അപ്പൊ ഈ സൈഡിലേക്കുള്ളത് ഇപ്പൊ നമ്മൾ മണ്ണ് ഇടുന്നതനുസരിച്ച് സൈഡിലേക്ക് ഇങ്ങനെ ഇടിച്ച് കൊള്ളിക്കണം. ഇത്രയും മണ്ണ് തന്നെ ധാരാളം മതി. ആദ്യമേ നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇത്രയും മണ്ണ് തന്നെ ധാരാളം മതി. കണ്ടോ, ഇതിന്റെ ഒരു 1/4 ഭാഗമേ ഇതിന്റെ മണ്ണ് വന്നിട്ടുള്ളൂ. അപ്പൊ ഈ കിടക്കുന്ന ഈ പെരുവലും അങ്ങനെയുള്ള ഈ കളകൾ ഉൾപ്പെടെ ഇതങ്ങ് നന്നായിട്ട് ഏകദേശം ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം അഴുകി നല്ല വളമായിട്ട് മാറും. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി വിത്ത് എടുക്കുക. ഇഞ്ചി വിത്ത് എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇഞ്ചി സാധാരണ ഒരു ഗ്രോ ബാഗിലേക്ക് നടുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം സാധാരണ ഇതിപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ സെൻട്രൽ ഭാഗത്ത് ഇതിപ്പം ഇങ്ങനത്തെ ഈ ചാക്കിൻ്റെ ഇതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെൻറ്ററിൽ നടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം സൈഡിലേക്ക് മാറ്റി നട്ടാൽ മതി. ഒരല്പം സൈഡിലേക്ക് മാറ്റി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരല്പം ഇതിലേക്ക് മാറ്റി ഇങ്ങനെ നടുക, കിടത്തി നടുക. നൂത്തല്ല നിർത്തേണ്ടത്. അതായത് ഇഞ്ചിയുടെ വിത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ വിത്തുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം മോഡിഫിക്കേഷനാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ വേരല്ല, അതിൻ്റെ സ്റ്റെമ്മാണ്. അപ്പം ആ സ്റ്റെമ്മാണ് സാധാരണ ഇങ്ങനെ വളരുന്നത്.
അപ്പം ഇങ്ങനെ കിടത്തിയാണ് വെക്കേണ്ടത്. ഇഞ്ചി എപ്പോഴും കിടത്തിയാണ് വെക്കേണ്ടത്. അപ്പോൾ സാധാരണ എൻ്റെ ഈ ചെറുതായിട്ട് കിളിച്ച് കിടക്കുന്ന ഇഞ്ചിയും ഞാൻ സൈഡിലേക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചു, അതിനെ ഇതേപോലെ തന്നെ ഒന്ന് വെച്ചു. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഉള്ള ബാക്കി ഇരിക്കുന്ന മണ്ണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് തൂവിയിടുക. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള നന വേണ്ട, അമിതമായിട്ട് നനയാണ് ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്യൂഡോമോണാസ് ഒഴിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബാക്ടീരിയ ഓൾറെഡി ഇതിത്തെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇത് ഇട്ടേക്കുന്നത് ഫംഗസ് കലർന്നിട്ടുള്ള ട്രൈക്കോഡർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആണല്ലോ, അപ്പോൾ അത് കലർന്ന ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയയും ഫംഗസും കൂടെ മിശ്രിതം ഒരുപാട് ആവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ മുകളിലേക്ക് ഒഴിക്കാഞ്ഞത്. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന മിശ്രിതം എടുത്ത് കലക്കിയിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കാം. ഇപ്പം 20 ഗ്രാം 1 ലിറ്റർ വെള്ളമാണ് സ്യൂഡോമോണാസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വളർച്ചാ ഘട്ടത്തിൽ ഇപ്പം ഇച്ചിരി വലുതാവുന്ന, അതായത് ഇപ്പം ഇഞ്ചി ഇപ്പോൾ വളർച്ച തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ട്രൈക്കോഡർമ പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ട്രൈക്കോഡർമ ഉപയോഗിക്കാം, പിന്നെ വളം ഇടുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ കിട്ടുന്ന എന്ത് കമ്പോസ്റ്റിന്റെ കൂടെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ഇടസമയങ്ങളിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും സ്യൂഡോമോണാസ്, ഇപ്പം ഞാൻ കാണിച്ച അളവ് ഏകദേശം 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 തൊട്ട് 25 ഗ്രാമോളം കാണും. അപ്പം ഞാൻ എടുത്തത് ഏകദേശം 20 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ 25 ഗ്രാമോളം 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുക. നന്നായിട്ട് ഇത് മിശ്രിതം നന്നായിട്ട് അങ്ങ് കലക്കി ചേർക്കണം. നന്നായിട്ട് കലക്കി ചേർത്തിട്ട് അതൊരു 5 മിനിറ്റ് അടിയാൻ വെക്കുക. ഇപ്പം ഈ കാണുന്ന പൊടി, ഈ കാണുന്നത് സ്യൂഡോമോണാസ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള പൊടി എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ ഇതിനകത്ത് കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാൻ വേണ്ടിയാണ്, ആ ബാക്ടീരിയ അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പിന്നെ ഇത് കണ്ടന്റ് ചേർത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കുമ്പോൾ ആ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ബാക്ടീരിയ നന്നായിട്ട് അങ്ങ് ലയിക്കും. എന്നിട്ട് ഈ അടിമട്ട് വരുന്ന ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. തെളിയായിട്ട് അതിന്റെ മുകളിലും അതിന്റെ ബാക്കി അടിമട്ട് വരുന്നത് ഈ ഇതുപോലുള്ള വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ബാക്ടീരിയ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ ചെയ്യുന്നതോടുകൊണ്ട് ഇഞ്ചിക്ക് വാട്ടരോഗം വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പിന്നെ ഈ പറയുന്ന ഒരു അഴുകൽ രോഗവും ഇഞ്ചിക്ക് വരത്തില്ല. പിന്നെ അമിതമായിട്ട് നമ്മൾ രാസവളം ചേർത്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ബാക്ടീരിയ ആയിട്ട് ഫംഗസ് ആയിട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. രാസവളം ചേർക്കുകയാണെങ്കിൽ ഇതൊന്നും ഈ മണ്ണിൽ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ നമ്മൾ കഴിവതും ഇഞ്ചിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം ഇടേണ്ട യാതൊരു ആവശ്യമില്ല. നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള വേണ്ടുന്ന വളമാണ്, വിളയാണ്. അപ്പോൾ ഈ കൊടുക്കുന്നത് നമുക്ക് അതുപോലെ ഏറ്റവും അടിയിൽ കരിയില ഇടുന്നതും നല്ലതാണ്, ഈർപ്പം നിലനിർത്തും. അപ്പൊ ഈ പറയുന്നതിന്റെ കൂട്ട് തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത്രയും മാത്രം ചെയ്തുള്ളതുകൊണ്ടാണ് കരിയില കമ്പോസ്റ്റ് ആഡ് ചെയ്യുന്നത്. കരിയില കമ്പോസ്റ്റ് എൻ്റെ ഉണ്ട്. ഞാൻ കരിയിലയുടെ കമ്പോസ്റ്റ് ആക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കയറി കാണണം. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കരിയില കിട്ടും. അപ്പൊ ആ കരിയില വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കമ്പോസ്റ്റ് ആക്കാം. അപ്പൊ അത് ഇതിനകത്ത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വെള്ളം ശകലം കൊടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോ ചെറിയ രീതിയിൽ ഒരു നനയും കൂടെ കൊടുത്ത് നമ്മൾ തണലത്തെടുത്ത് വെക്കണം. തണലത്തെടുത്ത് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് കയറി വരും. പിന്നീട് നമുക്ക് ഇതിന്റെ വളർച്ചാ ഘട്ടത്തിൽ ഇതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഒരു പിടി കടലപ്പിണ്ണാക്ക്, ഇപ്പം ചാണകം കിട്ടുന്നവരാണെങ്കിൽ 1 പിടി ചാണകവും 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് കലക്കി വെക്കുക. എന്നിട്ട് അതിന്റെ തെളി എന്ന് വെച്ചാൽ നന്നായിട്ട് കലക്കിയിട്ട് അതിന്റെ ആ വേസ്റ്റ് എല്ലാം കൂടെ അടിയാൻ വെക്കുക. എന്നിട്ട് അതിന്റെ തെളി എടുത്തിട്ട് ഒരു 5-6 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിന്റെ കടക്കൽ ഭാഗത്തുനിന്ന് ഒരു ശകലം വിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വേര് നന്നായിട്ട് ഇറങ്ങുകയും നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. അപ്പോഴത്തേക്ക് ഏകദേശം ഈ അടിയിൽ കിടക്കുന്ന ഈ അഴുകാൻ കിടക്കുന്ന ഇതെല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ വളമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏകദേശം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പെരുവലം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇല അഴുകുന്നതാണ്. ഇപ്പൊ പെരുവലമായാലും നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ആ ചെടിയാണേലും അതിന്റെ ആണെങ്കിലും പെട്ടെന്ന് അതിന്റെ ഇല അഴുകും. അപ്പൊ അതുകൊണ്ട് നമുക്കെന്ന് വെച്ചാൽ നൈട്രജന്റെ അളവ് ഇപ്പൊ എല്ലാവർക്കും ഈ ചാണകം ലഭ്യമാവണമെന്നില്ല. അപ്പൊ ചാണകം ഇല്ലെന്നുണ്ട് ഒരു കാരണത്താൽ പലരും കൃഷി ചെയ്യാതിരിക്കുന്നുണ്ട്. ചാണകം ഇല്ലെന്ന് പറഞ്ഞ് കൃഷി ചെയ്യേണ്ട ആവശ്യം നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ കളകളെല്ലാം നൈട്രജനായിട്ട് സമ്പുഷ്ടമാണ്. അപ്പൊ ആ
വിളകൾക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന കരിയിലയല്ല, കരിയില എന്ന് വെച്ചാൽ പൊട്ടാഷാണ്. അപ്പോൾ പച്ചില വളങ്ങൾ എന്തുപയോഗിച്ചാലും നൈട്രജനാൽ സമ്പുഷ്ടമാണ്. അപ്പൊ ഇതേപോലെ തന്നെ ചാക്കിനകത്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കളകൾ പറിച്ച് ഇതിനകത്ത് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിയും, എന്ന് വെച്ചാൽ അടിഞ്ഞടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഒരു മാസം ആകുമ്പോൾ തന്നെ നമുക്ക് അതിനും നല്ല വളമായിട്ട് കിട്ടും. അതും ഇതിന് ഉപയോഗിക്കാം. അങ്ങനെയും പൊതയായിട്ട് ഉപയോഗിക്കാം. പൊതയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് മതി. അതിലൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വളർച്ച കിട്ടുകയും ചെയ്യും. അപ്പൊ നൈട്രജന്റെ കണ്ടന്റും കിട്ടും. നമുക്ക് ചാണകപ്പൊടി ഇല്ലെങ്കിൽ വിഷയവുമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ. ഇപ്പൊ ഇനിയിപ്പോ ഓരോ വളർച്ചാ ഘട്ടത്തിൽ, ഇപ്പൊ ഒരു വളർച്ച ഘട്ടം തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഞാൻ വീഡിയോ പിന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളത് നന്നായിട്ട് നിങ്ങൾ ചെയ്യുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.